എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന SSCയുടെ കോൺസ്റ്റബിൾ GD നോട്ടിഫിക്കേഷൻ ഇതാ എത്തിക്കഴിഞ്ഞു. ഇന്നലെ രാത്രിയാണ് നോട്ടിഫിക്കേഷൻ SSCയുടെ വെബ്സൈറ്റിൽ അവർ റിലീസാക്കിയിട്ടുള്ളത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1/12/2025 ഡിസംബർ 1 മുതൽ ഡിസംബർ 31 വരെ നിങ്ങൾക്ക് SSCയുടെ പ്രൊഫൈൽ വഴി അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ മിനിമം 10ാം ക്ലാസ് യോഗ്യത വെച്ച് കോൺസ്റ്റബിൾ GD, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, SSF, ആസാം റൈഫിൾമാൻ GD ഈ പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ. 2026 സെലക്ഷനാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടെയായിരുന്നു. അപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് SSCയുടെ വെബ്സൈറ്റ് വഴി ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ കാലത്തോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അത് കണ്ടിട്ട് നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക, തെറ്റ് വരുത്തി വെക്കേണ്ട. ഇനി ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 1/1/2026 ജനുവരി 1 മുന്നേ നിങ്ങൾ ഫീസ് അടയ്ക്കണം. ആദ്യമേ പറയാനുള്ളത്, ഇത് അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കരുത്. ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷ അയക്കാൻ ശ്രമിക്കുക. അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ജനുവരി 8 മുതൽ ജനുവരി 10 വരെ അതും ആക്റ്റീവ് ആവും. എക്സാമാണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് ടെൻറ്റേറ്റീവാണ്, ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിലും ഏകദേശം കണക്ക് ഫെബ്രുവരി ഏപ്രിൽ മാസത്തിൽ 2026 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം മലയാളത്തിലും വരുന്നുണ്ട്. അപ്പോൾ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. ഇവിടെ കാണാം മലയാളം. അതുമാത്രമല്ല, ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലും വരുന്നുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഇതിൻ്റെ വാക്കൻസിയും സാലറി പാക്കേജും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാലറി പാക്കേജ് 21,700 തൊട്ട് 69,100 വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടും. അതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസുകളും വരുന്നുണ്ട്. ഇനി വാക്കൻസിയാണ്. BSFലേക്ക് ടോട്ടൽ വാക്കൻസി 616, CISFലേക്ക് 14,595 വാക്കൻസി വന്നിട്ടുണ്ട്. CISF നോട്ട് ചെയ്യുക. CRPFലേക്ക് 5,490 വാക്കൻസി ഉണ്ട്. SSBയിലേക്ക് 1,764, ITBPയിലേക്ക് 1,293, ആസാം റൈഫിളിലേക്ക് 1,706 വാക്കൻസിയാണ്. അങ്ങനെ ടോട്ടൽ വാക്കൻസി 25,487 വാക്കൻസിയാണ്. ബോയ്സിനും ഗേൾസിനും കൂടി ഓൾ ഇന്ത്യ ലെവൽ വാക്കൻസി. അപ്പോൾ കാറ്റഗറി വൈസ് വാക്കൻസി ഇവിടെ കാണാം. SC, ST, OBC, EWC, UR, അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വന്ന സെപ്പറേറ്റ് ഒഴിവുകൾ കാണാം. ബോയ്സിന് മൊത്തം 524 വാക്കൻസി BSF, 13,135 CISF, 5,366 CRPFും, 1,764 SSBയും, 1,099 ITBPയും, 1,556 വാക്കൻസി ആസാം റൈഫിളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഗേൾസിന് 92 വാക്കൻസി BSFലേക്കും, 1,460 CISFലേക്കും, 124 CRPFലേക്കും, SSBയിലേക്ക് ഗേൾസിന് വാക്കൻസി വന്നിട്ടില്ല. ITBPയിലേക്ക് 194, ആസാം റൈഫിൽ 150. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ ഞാൻ പറഞ്ഞു 25,487 വാക്കൻസിയാണ്. വാക്കൻസി കൂടും. വാക്കൻസി ഒരു ടൈം ആകുമ്പോൾ കൂടാറുണ്ട്. ഇത്തവണയും നമുക്ക് കൂടുമെന്ന് പ്രതീക്ഷിക്കാം. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം ഒരു നിയർ ബൈ 40 അല്ലെങ്കിൽ 50,000 വാക്കൻസി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് 25,000 പ്ലസ് വാക്കൻസിയാണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ് പറയുന്നത്. 2/1/2003 1/1/2008 ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇടയിൽ ജനിച്ച ജനറൽ കാറ്റഗറിക്കാർക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ SC, ST ആണെങ്കിൽ 5 വർഷവും OBC ആണെങ്കിൽ 3 വർഷം വരെ ഇളവും കിട്ടുന്നുണ്ട്. അതായത് 28 വരെ നിങ്ങൾക്ക് SC, ST ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. 26 വരെ OBC ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിമം മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് ആണ്. SSLC പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റ് യോഗ്യതയൊന്നും പറയുന്നില്ല. 10ാം ക്ലാസ് എബവ്. ഇനി NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട്. C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5% ബോണസ് മാർക്ക്, B സർട്ടിഫിക്കറ്റുകാർക്ക് 3%, A സർട്ടിഫിക്കറ്റുകാർക്ക് 2% ബോണസ് മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, NCC സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതുള്ളവർ വിട്ട് കളയേണ്ട. ബോണസ് മാർക്ക് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് വരുന്നത്. പെൺകുട്ടികൾക്ക് ഫീസില്ല. അതുപോലെ ആൺകുട്ടികളിൽ SC, ST, എക്സ് സർവീസ്മാൻകാർക്കും ഫീസ് വരുന്നില്ല. ബാക്കി വരുന്ന ജനറൽ OBC ഒക്കെ ബോയ്സിനൊക്കെയാണ് 100 രൂപ പേയ്മെൻറ്റ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു. ആദ്യം എക്സാമാണ്. എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നുണ്ട്. കർണാടക, കേരള റീജിയൻ ഇവിടെ വരുന്ന സെൻറ്ററുകൾ കാണാം. ആലപ്പുഴ,
എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് പരീക്ഷാ സെൻറ്ററുകൾ വരുന്നത്. അപ്പോൾ കേരളത്തിനകത്ത് തന്നെ പരീക്ഷ എഴുതാൻ പറ്റും. പുറത്തൊന്നും പോയിട്ട് പരീക്ഷ എഴുതേണ്ട കാര്യം വരുന്നില്ല. എക്സാമിനേഷൻ്റെ സ്കീം കാണാം. 80 ക്വസ്റ്റ്യൻസാണ്. 2 മാർക്ക് വീതമാണ് ഓരോ ശരി ഉത്തരത്തിനും കിട്ടാൻ പോകുന്നത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്കിന്. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്. എലമെൻ്ററി മാത്തമാറ്റിക്സ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്കും. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓപ്ഷനിലാണ് 20 ക്വസ്റ്റ്യൻസ് 40 മാർക്കിന്. 1 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാമിന് ടൈം കിട്ടുന്നത്. 80 ക്വസ്റ്റ്യൻസ് 160 മാർക്കിനാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. 0.25 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. മലയാളത്തിൽ പരീക്ഷ എഴുതാം. കേരളത്തിൽ പരീക്ഷ സെൻറ്ററും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക, അവിടെ കിട്ടും കേട്ടോ. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് പലരും. എല്ലാ സോഴ്സും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ബുക്ക് വേണ്ടവർ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കുക, കിട്ടും. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ ടെസ്റ്റൊക്കെ വരുന്നുണ്ട്. ഇവൻ്റ് റേസാണ് വരുന്നത്. റണ്ണിങ് 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട് പെൺകുട്ടികളും ഓടിക്കയറണം. ഈ ഒരു ഫിസിക്കൽ നിങ്ങൾ ക്വാളിഫൈ ആവണം. പിന്നെ മെഷർമെൻറ്റ് 170 സെൻറ്റിമീറ്ററാണ് ആൺകുട്ടികൾക്ക് ഹൈറ്റ് വേണ്ടത്. പെൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റും വേണം. ST കാരാണെങ്കിൽ 162.5 മതി ഹൈറ്റ് ആൺകുട്ടികൾക്ക്, 150 സെൻറ്റിമീറ്റർ മതി പെൺകുട്ടികൾക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ബോയ്സിന് ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ വേണം. മിനിമം ചെസ്റ്റ് 80 സെൻറ്റിമീറ്ററെങ്കിലും വേണം. ഗേൾസിന് ആ ഒരു കാര്യം വരുന്നില്ല. ഇപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ആദ്യം എക്സാമാണ്, പിന്നെ ഫിസിക്കൽ, അത് കഴിഞ്ഞാൽ മെഡിക്കലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അപേക്ഷ അയയ്ക്കുക. ലാസ്റ്റ് ഡേറ്റ് 31/12 ഡിസംബർ മാസം 31 മുന്നേ നിങ്ങൾ SSCയുടെ പ്രൊഫൈൽ വഴി ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം. ജയ് ഹിന്ദ്.